കോൺഗ്രസിന് കരുത്തേക്കാൻ ജമീല കോളയത്തിനെയും ബേബി കളത്തിലിനെയും തിരിച്ചെടുത്തു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് ഇരുവരും വിമത സ്ഥാനാർത്ഥികളായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇരുവരെയും അന്ന് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ജമീല 2 തവണ UDFനെ പ്രതിനിധീകരിച്ച് പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റുമായിരുന്നു. നല്ല ഭരണം കാഴ്ചവെച്ചിട്ടും തന്റെ വാർഡിൽ ജയസാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥിയെ നിർത്തിയെന്നാരോപിച്ചാണ് ജമീല വിമതയായി മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ ആ സീറ്റ് LDFന് ലഭിക്കുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് പുളിങ്ങാം വാർഡ് മുസ്ലിം ലീഗിന് നൽകിയതിലും. ജയസാധ്യതയില്ലാത്ത ആളെയാണ് നിർത്തിയതെന്നാരോപിച്ച് ബേബി കളത്തിലും വിമതനാവുകയും ഈ വാർഡിൽ നാമമാത്രമായ അംഗങ്ങളുള്ള വാർഡിൽ CPIയുടെ സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്തു. ഈ വിമത ശല്യം ശരിക്കും UDFന് ഭരണമുണ്ടായിരുന്നത് നഷ്ടപ്പെടാനും LDF അധികാരത്തിൽ വരുന്നതിനും കാരണമായി. ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചെറുപുഴയിലെ പാർട്ടിയുടെ നിർജീവാവസ്ഥ പരിഗണിച്ച് ഒന്ന് ഉഷാറാക്കാനാണ് പുറത്താക്കിയവരെയൊക്കെ തിരിച്ചെടുത്തത്. തെരഞ്ഞെടുപ്പിന് ശേഷം ഇവരെ നേതൃത്വ മാറ്റത്തിന് സാധ്യതയുള്ളതായും അറിയുന്നു. +2 പഠനം കഴിഞ്ഞില്ലേ, ഇനി എന്തെന്ന് സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരന് പഠിക്കുവാൻ ഒരു കോളേജുണ്ട്. ചെറുപുഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്. 2 വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും. ആഴ്ചയിൽ 500 രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി. പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുമുണ്ട്. ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ്, കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി. അഡ്മിഷൻ ഉറപ്പാക്കൂ. 1/4 നൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9947771550 9446007032 9847813409. ലാൻഡ് ഫോൺ 04985 200 228. ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്.